നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ഈവനിംഗിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഈ കാലവർഷ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് പെയ്തത്. കനത്ത മഴയിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ കടലാക്രമണവും രൂക്ഷമാണ്. 3 ദിവസം കൂടി ഇതേപോലെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മഴക്കെടുതികളാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അതാത് മേഖലകളിൽ എത്രത്തോളം കനത്ത നാശം മഴയെ തുടർന്നുണ്ടായിട്ടുണ്ട്, അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങൾ ഈ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത്, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിലൊക്കെ മരം വീണുമൊക്കെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു, വീടിൻ്റെ മേൽക്കൂര തകർന്നു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു മഴ പലയിടങ്ങളിലും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റു ജില്ലകളിലൊക്കെ തന്നെ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വയനാടും കണ്ണൂരും നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനുമുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം നമ്മൾ പോകുന്നത് എറണാകുളം ചെല്ലാനത്തേക്കാണ്. കടലാക്രമണം ചെല്ലാനത്ത് രൂക്ഷമാണ്. തീരദേശ റോഡിൽ ഉൾപ്പെടെ കടൽവെള്ളം കയറിയിട്ടുണ്ട്. ചെല്ലാനത്ത് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ചെല്ലാനത്ത് കടലാക്രമണം എത്രത്തോളം നാശം വിതയ്ക്കുന്നുണ്ട്? തീരദേശ മേഖലയിലുള്ളവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താണ് ചെല്ലാനത്തെ ഏറ്റവും പുതിയ വിവരം? ഗോപികൃഷ്ണൻ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണമാലി പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. കടലാക്രമണം എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യം കാണിക്കാം. പോലീസ് സ്റ്റേഷൻ്റെ അകത്തൂടെയാണ് കടൽവെള്ളം കയറി വന്ന ആ വെള്ളം ഒഴുകുന്നത്. അത്തരത്തിൽ ഈ തീരദേശ റോഡിൽ ഏകദേശം ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള മേഖലകളിൽ കടൽക്ഷോഭം അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് സൗദി പോലുള്ള മേഖലകളിലൊക്കെ കടൽക്ഷോഭം രൂക്ഷമാണ്. തീരദേശ റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം പല ഭാഗങ്ങളിൽ നിന്നും, കടൽഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന വെള്ളമാണ് ഇങ്ങനെ വന്ന് സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖലയിൽ മഴ ശക്തമായതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ കടൽക്ഷോഭം അതിനേക്കാൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. അതാണ് ഈ റോഡിൽ ഉൾപ്പെടെ കടൽവെള്ളമാണ്, മഴവെള്ളമല്ല, കടലിൽ നിന്ന് കയറിയ തീരയിൽ നിന്നുള്ള വെള്ളമാണ് ഈ അടിച്ചിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസികൾ തന്നെ നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. നിങ്ങളുടെ ഈ പ്രശ്നം ഇപ്പോൾ മഴ അധികം ശക്തമായിട്ടില്ലല്ലോ, അതിനു മുമ്പ് തന്നെ കടൽ കയറാൻ തുടങ്ങിയോ? ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു ടെട്രാപോഡിന്റെ അലക്ഷ്യം ഇല്ലാത്തത് മൂലം നല്ല രീതിക്ക് കടലേറും. ഇപ്പം ഞങ്ങളുടെ വീടിന് മുമ്പിൽ കൂടിയാണ് ഇത് തന്നെ. ഞങ്ങളുടെ തീരദേശം ഉള്ളവരെല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ്. ടെട്രാപോഡിന്റെ ഒരു അലക്ഷ്യമായ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നത്. ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമോ? മിക്കവാറും വേണ്ടി വരും. കാരണം എൻ്റെ അപ്പൂപ്പനെ ഇപ്പം 2 വീട് 2 നില ചെയ്തുകൊണ്ട് എൻ്റെ അപ്പൂപ്പനെ എടുത്തും ഫ്രണ്ടിലുള്ള അപ്പൂപ്പനെയൊക്കെ മേളിൽ കയറ്റിയിട്ടുണ്ട്. കാരണം ഭയങ്കര ദുരിതത്തിലാണ് അവസ്ഥ, ഭയങ്കര മോശമാണ്. ഈ രാത്രിയിൽ ഇനി കൂടുതൽ ഇതുപോലെ കടൽ കയറുമോ? കാരണം ഇതിപ്പോൾ ഏറ്റവും ഇറക്കം പോലെ ഇപ്പോൾ ഏറ്റവും അതുകൊണ്ടാണ്. ഇപ്പോൾ കടൽ വെള്ളം എടുക്കണില്ല, വെള്ളം എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ മൂടലൊന്നുമില്ല, സാധാരണ ഒരു മഴക്കുള്ളതാണ്. നല്ലൊരു പേമാരി വരണയാണെങ്കിൽ ഇതിലും ഗുരുതരം ഇരിക്കുള്ളൂ. ഇതൊന്നും ആയിരിക്കുള്ളൂ, നല്ല രീതിക്ക് അടിച്ച് കലക്കി ഇങ്ങോട്ട് പോരും. ഗോപികൃഷ്ണൻ, അത് പ്രദേശവാസിയുടെ അനുഭവമുള്ള, ഇവിടെ താമസിക്കുന്ന, വർഷങ്ങളായി താമസിക്കുന്ന ഒരു പ്രദേശവാസിയുടെ വാക്കാണ് കേട്ടത്. അതുപോലെ തന്നെ ഈ കാഴ്ച കാണാം, ഇങ്ങനെ ഈ തീരദേശ റോഡിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ വെള്ളത്തിലാണ്, ഈ ഉപ്പുവെള്ളത്തിലൂടെയാണ് നടന്ന് വീട്ടിലേക്ക് പോകേണ്ടത്. ഇത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുക മാത്രമല്ല വീടുകളിലേക്ക് പോവുകയാണ്. അവിടെ വീട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാനായിട്ട് പ്രദേശവാസികളൊക്കെ വീടിന് മുന്നിൽ ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം നിൽക്കുമെന്നുള്ളത് നമുക്ക് അറിയില്ല. ഏതായാലും ഈ വീടുകളുടെയൊക്കെ മുന്നിലെ അവസ്ഥയാണ് ഇങ്ങനെ വെള്ളം കയറാതിരിക്കാൻ വെച്ചത്. ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഗുണമെന്ന് വെച്ചാൽ വണ്ടി കൂടുതൽ സ്പീഡിന് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി കടൽ കയറുമോ? ഇങ്ങനെ കയറാൻ സാധ്യതയുണ്ട്.
എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല. ഇപ്പൊ നല്ല വെള്ളം വന്നുണ്ട്. ഈ ആളുകൾ പറയുന്ന പോലെ തന്നെ ഈ കടൽ വെള്ളം ഇങ്ങനെ ഇരച്ചു കയറി ഇപ്പോൾ പോലീസുകാർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവരുടെ ജീപ്പൊക്കെ ഇവിടുന്ന് നീക്കിയിരുന്നു. ജീപ്പൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. തീരദേശ റോഡിലൂടെ കാണുന്ന കാഴ്ചകൾ, ഉയരമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും വെള്ളമായിരിക്കുകയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുകയും ആളുകൾ ബുദ്ധിമുട്ടിലുമാണ്. ഇവിടെയൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. രാത്രിയിൽ കടൽക്ഷോഭം രൂക്ഷമാകുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. തീരപ്രദേശത്ത് എല്ലാ ഭാഗത്തും, ചെല്ലാനത്തും കണ്ണമാലിയിലും സൗദി ബീച്ചിലും അങ്ങനെ എല്ലാ ഭാഗത്തും കടൽക്ഷോഭം രൂക്ഷമാകുന്നു എന്നുള്ളത് വലിയ ഭീതിയാണ് മേഖലയിലാകെ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് മഴ മാറി നിൽക്കുമ്പോഴും കടൽക്ഷോഭത്തിന് ഒരു തുള്ളി പോലും കുറവില്ല. ആ കടൽവെള്ളം വീടുകളിലേക്ക് എത്തുന്നു, റോഡിലേക്ക് എത്തുന്നു. അങ്ങനെ റോഡുകളൊക്കെ പുഴ പോലെ ഒഴുകുന്നു. വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ തീരദേശ മേഖല. പ്രത്യേകിച്ച് ചെല്ലാനം, കണ്ണമാലി ഉൾപ്പെടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ അകത്തുപോലും വെള്ളം കയറി ഇറങ്ങി വാഹനങ്ങൾ ഉൾപ്പെടെ മാറ്റേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചെല്ലാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കടലാക്രമണം രൂക്ഷമാണ്. ഉപ്പുവെള്ളം കയറിയിരിക്കുന്നു. ആളുകൾക്ക് അവിടെ കഴിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ദുരിതം വിതച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മഴ ദുരിതം തുടരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പലയിടങ്ങളിൽ നിന്ന് തയ്യാറാണ്. അതോടൊപ്പം തന്നെ അതിഥികൾ കൂടിയുണ്ട്. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ നമ്മളോടൊപ്പമുണ്ട്. കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ അജിൽ കോട്ടയിൽ കുസാറ്റിലെ കാലാവസ്ഥാ വിദഗ്ധനാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരും. ഈ ദുരന്ത നിവാരണം സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തൊക്കെ നടപടികൾ ഉണ്ടാകണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡോക്ടർ KG താര നമ്മളോടൊപ്പം ഉണ്ടാകും. പിന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കുചേരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലേക്കും നമുക്ക് പോകാം. വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറായി നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് VA ഗിരീഷിലേക്കാണ്. ഗിരീഷ് ഉള്ളത് ഇപ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിന് മുന്നിലാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നു. കാലവർഷ സീസണിൽ ഏറ്റവും വലിയ മഴയാണ് ലഭിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. മഴ മുന്നറിയിപ്പുകൾ മാറി മറിയാൻ സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡാമുകളിൽ വെള്ളം കൂടിയ പ്രശ്നങ്ങൾ നിലവിലില്ല എന്നാണ് മന്ത്രി K രാജൻ പറഞ്ഞത്. ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ, തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഒരു 3 ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണ്ണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. നാളെ കണ്ണൂരിലും വയനാടിലും ഓറഞ്ച് അലർട്ട് തന്നെയാണ്. ഒരുപക്ഷെ ഈ വർഷത്തെ തന്നെ കാലവർഷ സീസണിലെ ഏറ്റവും വലിയ മഴയാണിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇന്ന് രേഖപ്പെടുത്തിയ മഴയനുസരിച്ച് ഏവറേജ് 69.6 മില്ലിമീറ്റർ മഴ കേരളത്തിലുണ്ടായി. VA ഗിരീഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, ഇന്ന് 3 മണിക്കാണ് ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി റവന്യൂ മന്ത്രി K രാജൻ കണ്ടത്. അവരുമായി ഒരു യോഗം ചേർന്നത്. എന്തൊക്കെയാണ് യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ? പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിൽ, തീരപ്രദേശങ്ങളിലൊക്കെ ഈ കനത്ത മഴയും കടലാക്രമണവും വലിയ നാശം വിതയ്ക്കുന്നുണ്ട്. എന്തൊക്കെ നടപടികളായിരിക്കും റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവുക? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഗോപികൃഷ്ണൻ, സംസ്ഥാനത്ത് മഴ കനക്കുകയും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ റവന്യൂ മന്ത്രി K രാജൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നത്. ജില്ലാ കളക്ടർമാരുടെ യോഗം ഓൺലൈനായിട്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ ചേർന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അടുത്ത 3 ദിവസത്തേക്ക് മഴ ശക്തമാവും സംസ്ഥാനത്ത്. കാരണം നേരത്തെ റവന്യൂ മന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ മധ്യ കേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ നിലനിൽക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി, ശക്തമായ കാറ്റ്, ഇതിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. നമുക്കറിയാം, ഈ അലർട്ടുകൾ പലപ്പോഴായി മാറുകയാണ്. ഓരോ സമയങ്ങളിലും ഓരോ അലർട്ടുകളാണ് വരുന്നത്. മാത്രമേ ഓരോ വർഷം ലഭിച്ച മഴയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തിൽ ലഭിച്ച ഏറ്റവും കനത്ത മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ലഭിച്ചതും.
അതുകൊണ്ട് തന്നെ ഓറഞ്ച് ബുക്ക് അടിസ്ഥാനമാക്കിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതൽ നടപടികളും സ്വീകരിക്കാനാണ് ഇപ്പോൾ ഈ യോഗത്തിൽ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രാ നിരോധനം ആവശ്യമെങ്കിൽ എല്ലാ ജില്ലകളിലും നടപ്പാക്കുന്നതിനുള്ള ഒരു തീരുമാനം തത്വത്തിലെടുത്തിട്ടുണ്ട്. ഇതിനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അടുത്ത 3 ദിവസത്തേക്ക് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 77 ആൾക്കാരാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ ക്യാമ്പുകളിലായിട്ടുള്ളത്. ഈ അപകടകരമായ വീടുകളിലോ സ്ഥലങ്ങളിലോ ഉള്ള ആൾക്കാരെ പൂർണ്ണമായും ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഡാമുകളുമായി ബന്ധപ്പെട്ട് ഡാമുകളിൽ വെള്ളം കയറി ഒരു വലിയ ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് എങ്ങും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. അതേസമയം തന്നെ ഈ ജലാശയങ്ങളിലിറങ്ങി മത്സരങ്ങൾ നടത്തുക അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുക ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗിരീഷ് ഏതെങ്കിലും മേഖലയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് അടിയന്തരമായി മാറ്റേണ്ടതോ ആയ സാഹചര്യം ഉണ്ടോ? റവന്യൂ വകുപ്പ് അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. അമ്പലപ്പുഴയിൽ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് വിശദീകരിക്കുന്നത്. പകരം അതാത് പ്രദേശത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ജില്ലാ കളക്ടർമാർക്കാണ് ഇതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഏതൊക്കെ പ്രദേശത്താണോ താമസിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളത് ആ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാരെ അടിയന്തരമായി മാറ്റുന്നതിനാണ് നിർദ്ദേശം. മാത്രമല്ല ഇക്കാര്യത്തിൽ ജനങ്ങൾ ഉദ്യോഗസ്ഥരോട് സഹകരിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ റവന്യൂ വകുപ്പ് നൽകുന്നു. കാരണം ഉദ്യോഗസ്ഥർ പറയുന്നത് പലപ്പോഴും ജനങ്ങൾ കേൾക്കുന്നില്ല എന്ന ചില പരാതികളൊക്കെ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ തന്നെ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള സന്നദ്ധത ജനങ്ങൾ കാണിക്കണം. ഏറ്റവും പ്രധാനമായി പത്തനംതിട്ടയിലെ ചില ആദിവാസി കോളനികളിൽ ഇത്തരത്തിൽ മഴ കാരണം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായി എത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവരെ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റി പുനരധിവസിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർമാരും റവന്യൂ ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന ഒരു റവന്യൂ സംഘം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, വി ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 3 മണിക്കാണ് റവന്യൂ മന്ത്രി ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും ജില്ലാ കളക്ടർമാരുമായുള്ള യോഗം വിളിച്ചു ചേർത്ത് അതിനെ തുടർന്നെടുത്ത തീരുമാനങ്ങളായിരുന്നു വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോട് വിശദീകരിച്ചത്. കനത്ത മഴ തുടരുന്ന ഇടുക്കി മൂന്നാറിൽ വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ടി ഇടിഞ്ഞു വീണു. ദേവികുളം സ്വദേശി വിൽസന്റെ വീട് ഭാഗികമായി തകർന്നു. ഇടുക്കി ഹൈറേഞ്ച് മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. അടിമാലി വാളറയിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് മരം വീണു. രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഹൈറേഞ്ച് മേഖലകളിൽ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. സ്കൂൾ ബസ്സിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. നിർത്തിയിട്ട സ്കൂൾ ബസ് ആയതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ വിജയനിലേക്ക് നമുക്ക് വരാം. ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എറണാകുളം കുട്ടാമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാലിൽ മഴ കനത്തതോടെ ചപ്പാത്ത് മുങ്ങിയിട്ടുണ്ട്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. എബിൻ, ചപ്പാത്ത് മുങ്ങിയ പ്രദേശത്ത് ജനങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എബിൻ, അവിടെ ഈ നിലവിലെ സാഹചര്യം എന്താണ്? എബിൻ, ഗോപി, പെരിയാറിലെ നീരൊഴുക്ക് കൂടിയതാണ് ഈ മണികണ്ഠൻ ചാല് ചപ്പാത്ത് മുങ്ങാൻ കാരണം. പൂയംകുട്ടി മേഖലയിലേക്കുള്ള ആളുകൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ്, ഗതാഗത മാർഗ്ഗമാണ് ഈ ചപ്പാത്തി കടന്നു വേണം ആളുകൾക്ക് പൂയംകുട്ടി മേഖലയിലേക്കൊക്കെ പോകാൻ. ഇപ്പോൾ ആളുകൾ ഇരുകരകളിലുമായി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. സാധാരണയായി പെരിയാറിലെ ജലനിരപ്പ് ഉയരുമ്പോഴെല്ലാം തന്നെ ഈ ചപ്പാത്ത് മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ചപ്പാത്തിൻ്റെ ഉയരം കൂട്ടണമെന്നുള്ള ആവശ്യമൊക്കെ ഓരോ മഴക്കാലം എത്തുമ്പോഴും ആളുകൾ ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ അതിൽ നടപടിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറിയ തോതിൽ മഴയുണ്ടാകുമ്പോൾ പോലും ഈ ചപ്പാത്ത് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിൽ തോണി ഉപയോഗിച്ച് ആളുകളെ ഇരുകരകളിലും എത്തിക്കാമെന്നുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നീരൊഴുക്ക് കൂടുകയാണെങ്കിൽ ഇതും പ്രതിസന്ധിയാവും. നിലവിൽ എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിലെല്ലാം തന്നെ രാവിലെ മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം അത് ഉത്തരവിട്ടിരുന്നു, മലയോര മേഖലകളിലേക്ക് യാത്രകൾ നിയന്ത്രിക്കണമെന്നുള്ളത്. അതോടൊപ്പം തന്നെ താഴ്ന്ന മേഖലകളിലും വെള്ളക്കെട്ടുണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് പെരിയാറിൻ്റെ തീരത്തെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരത്ത് പെരിയാറിൻ്റെ തീരത്തെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. മൂവാറ്റുപുഴയാറിൻ്റെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ മൂവാറ്റുപുഴയാറിൻ്റെ
മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. കാക്കനാട് തെങ്ങോട് നിലവിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 20 പേരാണ് ഇപ്പോൾ നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉച്ചയ്ക്കൊക്കെ ശക്തമായ രീതിയിൽ കാറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധയിടങ്ങളിൽ മരങ്ങൾ മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലും മഴയ്ക്കുള്ള സാഹചര്യം തന്നെയാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. പലയിടങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇരിങ്ങാലക്കുട നല്ല മഴയാണ്, പൊന്നാനിയിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നു എന്നൊക്കെ യൂട്യൂബിൽ ആളുകളുടെ സന്ദേശം വരുന്നുണ്ട്. ഏതായാലും പലയിടങ്ങളിലും ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഞങ്ങളുടെ പ്രതിനിധികൾ ഇന്നിപ്പോൾ കനത്ത മഴയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് തത്സമയം ഈ വൈകുന്നേരം നമുക്കൊപ്പം ചേരുന്നത് റിപ്പോർട്ടുകളുമായി. CR നീലകണ്ഠൻ, സാമൂഹ്യ നിരീക്ഷകൻ, പരിസ്ഥിതി പ്രവർത്തകൻ നമ്മളോടൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ കുസാറ്റിലെ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ അജിൽ കോട്ടയിലും നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ഈ മഴക്കാലം വരുമ്പോൾ എപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മുൻകൂട്ടി ഈ മഴയുടെ തീവ്രതയും അതിൻ്റെ അപകട സാധ്യതകളുമൊക്കെ നേരത്തെ കൂട്ടിക്കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും നമുക്കുണ്ടായിരുന്നൊരു വിമർശനമാണ്. പല സമയങ്ങളിലും സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹൈ റേഞ്ച് മേഖലകളിൽ തീരപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ഒരു തീരാ ദുരിതം പോലെ ഈ മഴക്കാലം അവരുടെ ഒരു പേടി സ്വപ്നമായി നിൽക്കുന്നു. ഇത്തവണയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഹൈ റേഞ്ച് മേഖലയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, തീരപ്രദേശങ്ങളിൽ ആളുകൾ ഭീതിയിലാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചതായി കഴിഞ്ഞ ഒരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ ജില്ലാ ഭരണകൂടവും സർക്കാരും ആസ് എ ഹോൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടത്? അല്ല, കാലാവസ്ഥ വ്യതിയാനം എന്നിനി പറഞ്ഞുകൂടാ. നമ്മുടെ കൂടെ വിദഗ്ധനുണ്ട്, അതുകൊണ്ട് ഞാനത് കൂടുതൽ പറഞ്ഞുകൂടാ. ഏതായാലും കാലാവസ്ഥ വ്യതിയാനം എന്ന് ഞാൻ പറയാറില്ല, കാലാവസ്ഥ പ്രതിസന്ധി എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. കാലാവസ്ഥ പ്രതിസന്ധി ലോകത്ത് പലയിടത്തുമുണ്ട്, കേരളത്തിലുണ്ട്. കേരളം ഹൈലി വൾണറബിൾ ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കേരളത്തിൻ്റെ നദികളുടെ അവസ്ഥ, കേരളത്തിൻ്റെ ടോപ്പോഗ്രഫി, അത് കഴിഞ്ഞാൽ കടൽ, കായൽ, ഇതൊക്കെ മാത്രവുമല്ല വൾണറബിളായ കേരളത്തിൽ ഈ മഴയെ ഈ കാലാവസ്ഥ ക്രൈസിസിനെ അഡാപ്റ്റ് ചെയ്യാനോ അതിനെ പരിഹരിക്കാനോ വേണ്ട രീതിയിലല്ല നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ, കേവലം ഒരുക്കങ്ങൾ മാത്രം പോരാ ഗോപികൃഷ്ണൻ. ചില മുൻകരുതലുകൾ വേണം. ഇപ്പോൾ കേരളത്തിൻ്റെ മലയോരം, കേരളത്തിൻ്റെ ഇടനാട്, കേരളത്തിൻ്റെ കടലോരം, ഇത് മൂന്നും കുഴപ്പത്തിലാണ് എന്നാണ് നിങ്ങളുടെ റിപ്പോർട്ടർമാർ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ചെല്ലാനം ഞാൻ പലവട്ടം അവിടെ പോയിട്ടുള്ളതാണ്. കുറേ ടെട്രാപോഡ് വെച്ചു, കുറേ ടെട്രാപോഡ് വെച്ചില്ല. ടെട്രാപോഡ് വെച്ചെടുത്ത് ഇപ്പോൾ തൽക്കാലമില്ല, പക്ഷേ ടെട്രാപോഡൊക്കെ താഴ്ന്നു പോകും. ഞാനൊന്നും ടെട്രാപോഡും ദീർഘകാല പരിഹാരമാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ തൽക്കാലം അവിടെ ടെട്രാപോഡ് വെച്ചപ്പോൾ അതുകൂടി ബാക്കി സ്ഥലത്തേക്ക് വരികയാണ്. എത്ര വർഷമായി അവരോട് ടെട്രാപോഡ് ബാക്കിയുള്ളടുത്ത് വയ്ക്കാൻ പറയുന്നു. സർക്കാരിന് കാശില്ലായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും അത് വലിയൊരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇടനാട്ടിലേക്ക് നമ്മൾ വന്നാൽ വളരെ കൃത്യമാണ്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട നിയമം ഒരിക്കലും നടപ്പാക്കില്ല. ഇവിടെ തണ്ണീർത്തടങ്ങൾ എല്ലാം തന്നെ വലിയ തോതിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു, നദികൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഇത് കിഴക്കൻ മലകളിലാണെങ്കിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വലിയ തോതിൽ വരുന്നു. ഇപ്പോൾ മഴ പെയ്യുന്നത് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ മഴയെ വലിയ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ തിരുവാതിര ഞാറ്റുവേല എന്നൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു കാലമാണിത്. തിരുവാതിര ഞാറ്റുവേലയിൽ വലിയ മഴ പെയ്യൊരു പതിവാണ്. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയിൽ മഴ കൂടുതൽ പെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേനൽ മഴയോ അല്ലെങ്കിൽ തുലാവർഷമോ വളരെ കൂടിയാൽ പറയാം. പക്ഷേ എങ്കിലും മഴയുടെ അളവിൻ്റെ അതിൻ്റെ വിന്യാസത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം, നമ്മൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി കുറേ ക്യാമ്പ് ഉണ്ടാക്കും. ഇതെല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം എന്താ ഗോപികൃഷ്ണൻ? 2018 നമ്മൾ അനുഭവിച്ചതാണ്. 18 ശേഷം 7ാമത്തെ ഇതാണ് വരുന്നത്. ഇപ്പോഴൊക്കെ നമ്മൾ പറയുകയാണ് ഇത് മാറ്റിപ്പാർപ്പിക്കാൻ ആളുണ്ട്, NDRF സംഘം വരും. ഒരേ ഡയലോഗല്ലേ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നമ്മുടെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ മാറി താമസിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ കടലോരത്തെ ആളുകൾ മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 4-5 പ്രാവശ്യം മാറി താമസിക്കേണ്ടി വരിക. കുട്ടനാട് പ്രദേശത്ത് ഇപ്പോൾ പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. പത്തനംതിട്ട ഇപ്പോൾ പറഞ്ഞു ആദിവാസികൾ ഉള്ള പ്രദേശത്ത്, അതുപോലെ ഇപ്പോൾ മലയോര മേഖലകളിൽ. എന്തിന് കാക്കനാട് ഇൻഫോ പാർക്കിൽ പോലും വെള്ളം കയറി കഴിഞ്ഞ തവണ പ്രതിസന്ധി ഉണ്ടായി. ഇപ്പോൾ കാക്കനാട് തന്നെ ഒരിക്കലും വെള്ളം കയറാത്ത സ്ഥലത്ത് പോലും വെള്ളം കയറി ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടായി. അപ്പം നമ്മൾ കാണേണ്ടത്, നമുക്ക് സമഗ്രമായ ഈ കാര്യത്തിൽ ഒരു നയമുണ്ടോ? ഒരു നയവുമില്ല. ഒരു നീജർക്ക് റിയാക്ഷനാണ്. ഉടനെ റവന്യൂ മന്ത്രി വരുന്നു, മന്ത്രി വരണ്ടെന്നല്ല, ആളുകൾ വരുന്നു. CR, ഞാൻ അതിനിടയിൽ ഒരു കാര്യം ഒന്ന് പറയട്ടെ. അതായത് ഇപ്പോൾ CR നേരത്തെ ചെല്ലാനത്തെ സാഹചര്യം പറഞ്ഞു. ചെല്ലാനത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്, S ശ്യാംകുമാർ അവിടെയുണ്ട്. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ സത്യത്തിൽ ഭയങ്കരമാണ്. കടലാക്രമണത്തിൻ്റെ, കടൽക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ശ്യാം അവിടെയുണ്ട്. ശ്യാം, ഈ ചർച്ചയിൽ CR നീലകണ്ഠൻ പറയുകയാണ്, ശ്യാം അവിടെ ശ്രദ്ധിച്ചു നിൽക്കണം, ഈ ചർച്ചയിൽ CR നീലകണ്ഠൻ പറയുകയായിരുന്നു,
ഈ ചെല്ലാനത്തെ പ്രശ്നം തന്നെ എത്ര കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ കടലാക്രമണ ഭീഷണിയിൽ കഴിയേണ്ടി വരുന്ന തീരദേശത്തെ ജനങ്ങളെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾ എന്താണ് പറയുന്നത്? ശ്യാം, സുരക്ഷിതമായി നിൽക്കണം, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്യാം. ഗോപികൃഷ്ണൻ, എത്രത്തോളം ഭീകരമാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ? അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം കാലമായിട്ട് അധികാരികൾ ചെവി കൊടുക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഈ കടൽക്ഷോഭത്തിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ് അവർ. കനത്ത മഴയുള്ള ഒരു സമയമല്ല ഇപ്പോൾ, പക്ഷെ അപ്പോൾ പോലും കടൽ തിരമാലകൾ ആ പുലിമുട്ടിൽ കല്ലുകൾ മൊത്തം എടുത്തുകൊണ്ട് പോയിട്ട് അതിനിപ്പുറത്ത് കൂടെ അടിച്ച് കയറി വരികയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ആ കടൽ തീരത്ത് തന്നെയാണുള്ളത്. കാലങ്ങളായി ഇവർ പറയുന്നതാണ് ഇവിടെ ജിയോ ബാഗുകൾ അടുക്കണം, ജിയോ ബാഗുകൾ മഴക്കാലത്തിന് മുമ്പ് അടുക്കിയില്ലെങ്കിൽ ഈ പ്രദേശത്തെ വീടുകൾ ഉൾപ്പെടെ അപകടാവസ്ഥയിലാവുമെന്ന്. അന്ന് എന്തവർ പറഞ്ഞോ അതാണ് ഇപ്പോൾ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഈ കടൽ തിര അടിച്ച് പല വീടുകളിലേക്കും കയറുകയാണ്. വീടുകളിലും ഈ തിരകൾ അടിച്ച അകത്തേക്കൊക്കെ കയറി ആളുകൾ മാറേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. ചേട്ടാ, ഈ പ്രദേശത്ത് എത്രത്തോളം രൂക്ഷമാണ് ഈ ഒരു ജീവിതം? ഇപ്പോൾ വലിയ കടലുകയറ്റമില്ല, വലിയ ന്യൂനമർദ്ദവുമില്ല, കാറ്റുമില്ല, എന്നിട്ടാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇനി ജൂലൈയിൽ 2 വാവുണ്ട്, ആഗസ്റ്റിൽ 2 വാവുണ്ട്. ഈ വാവ് തൊട്ട് 8ാമത്തെ ദിവസം വരെ നന്നായിട്ട് കടൽ കയറും. അതിൻ്റെ കൂടെ ന്യൂനമർദ്ദവും മറ്റും ഉണ്ടായാൽ അതിരൂക്ഷമാകും. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ തീരക്കടലിൽ ആഴം കൂടിപ്പോകുന്നതാണ് വിഷയം. ആഴം കൂടിപ്പോകുമ്പോൾ ആഴത്തിന് ആനുപാതികമായിട്ട് വലിയ തിര വരുന്നതാണ്. തിര വന്നൊടിക്കുന്നത് കല്ലിൻ്റെ കിഴക്കുവശത്താണ്. ഇതിന് പരിഹാരമെന്ന് പറയുന്നത് ജിയോ ട്യൂബിൻ്റെ പുലിമുട്ടിടുക, കൊച്ചിൻ പോർട്ട് ട്രെഡ് ചെയ്ത് ആഴക്കടലിൽ കൊണ്ടേ കളയുന്ന എക്കൽ ഇവിടെ കൊണ്ടുവന്ന് അടിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കടലാക്രമണം തീരും. അതിന് കോടികളുടെ പദ്ധതികളൊന്നും വേണ്ട. ഒരു 10 കോടി രൂപയിൽ താഴെ ചെലവ് ചെയ്താൽ ഇവിടുത്തെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇവർക്ക് താല്പര്യം 100 ഇപ്പോൾ 344 കോടി രൂപയുടെ പദ്ധതിയാണ് പൂർത്തിയായത്. ഇനി ബാക്കിയുള്ള സ്ഥലത്തേക്ക് ചെയ്യണമെങ്കിൽ 1000 കോടി രൂപ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് താല്പര്യം. അതാണ് ഇവിടെ നടക്കുന്നത്. ഗോപികൃഷ്ണൻ, ഞാൻ ഒരു ദൃശ്യം കൂടി കാണിച്ചാൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണാം. കടലിലാണോ, കടൽ തീരത്ത് നിൽക്കുന്നത്? നമ്മളിപ്പോൾ ഈ വെള്ളത്തിൽ എത്രത്തോളമാണ് നിൽക്കുന്നതെന്ന്. പുലിമുട്ടും കടന്നു വരുന്ന ഈ വെള്ളമാണ് ഈ കാണുന്നത്. ഈ പ്രദേശത്ത് ആളുകളെയൊക്കെ കാണാം. അവിടെയൊക്കെ വീടുകളിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തിര അങ്ങനെ രാക്ഷസ തിരമാല പോലെ വന്ന് അടിച്ച് ഈ തീരത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ ആ ആൾ, നമ്മളോട് സംസാരിച്ച ആളെ, ഒരു 10-60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണുള്ളത്. അവരൊക്കെ ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളാണ് ഈ പറയുന്നത് ഇവിടെ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത്. പക്ഷേ അവരുടെ ആ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയാൽ ഈ കടൽ ഭിത്തി ഇപ്പോൾ വെച്ചിരിക്കുന്നതിന് മുകളിലൂടെ എങ്ങനെയാണ് ഈ തിര വരുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ തന്നെയാണ് സാക്ഷി. ഈ നാട്ടുകാർ പലതവണ ഇവിടെ സമരവുമായി രംഗത്ത് വരുമ്പോഴൊക്കെ അവർ പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ പൊരുളെന്നുള്ളത് ഇപ്പോഴാകും ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ മനസ്സിലാകുക. പക്ഷേ ഇപ്പോൾ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്തൊരു സമയമാണ്. തീരദേശ ജനത അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ചെല്ലാനത്ത് ഇത് ഒരു സാധാരണ മഴക്കാലത്ത് ഇത്തരത്തിലുള്ളൊരു സ്ഥിതി ഉണ്ടാകുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഗോപികൃഷ്ണൻ. ശ്യാം, എനിക്ക് ആദ്യം പറയാനുള്ളത്, ശ്യാം അവിടെ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുക. അവിടുത്തെ തീരദേശവാസികളുടെ അവർ നേരിടുന്ന പ്രശ്നം എത്രത്തോളം രൂക്ഷമാണ് എന്ന് മനസ്സിലാകും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനമർദ്ദമില്ല, ചക്രവാത ചുഴിയൊന്നുമില്ല, മറ്റ് വലിയ സങ്കീർണമായ പ്രതികൂല കാലാവസ്ഥയില്ല. അതൊന്നുമില്ലാതെയാണ് കടൽ ഇത്രയും അടിച്ചു കയറിയിരിക്കുന്നത്. ഇതിൻ്റെ തീരപ്രദേശങ്ങളിൽ ഒരുപക്ഷെ നഗരവാസികൾക്ക് അത്ര മനസ്സിലാകില്ല. ഈ തീരപ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകൾ എത്രയോ കാലമായി അവർ ഈ പ്രശ്നം പറയുന്നു. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ജിയോ ട്യൂബ് ഇട്ടിട്ടുള്ള കടൽ ഭിത്തികൾ, അത് സീ വാൾസ്, അത് വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് വളരെ ഫലപ്രദമായി ഈ തിരമാലകളെ തടഞ്ഞു നിർത്തുന്ന സംരക്ഷണ ഭിത്തിയാണ്. അത് ചെയ്താൽ മതി. പിന്നെ അവിടെ എക്കല്ല് കൊണ്ടിട്ട് അവിടുത്തെ ആഴം കുറയ്ക്കുക, ഇത് രണ്ടുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രായോഗികമായി ഇതിന് പരിഹാര മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ അധികാരികൾ അത്തരം നടപടികളിലേക്ക് കടക്കാത്തത് എന്നത് തീരദേശവാസികൾ ഉയർത്തുന്ന ഏറ്റവും ന്യായമായ ചോദ്യമാണ്. അതിന് കോടികളുടെ പദ്ധതികൾ ആവശ്യമില്ല എന്നുകൂടി അവിടുത്തെ തീരദേശവാസി പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. CR നീലകണ്ഠൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ അജിൽ കോട്ടയിലും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വൈകുന്നേരം. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ഇപ്പോൾ തീരപ്രദേശത്തുള്ളവരും കടൽ ക്ഷോഭത്തെ തുടർന്ന് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് പുറമെ മലയോര മേഖലകളിലുള്ളവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. മണ്ണിടിച്ചിൽ ഒരു ഭാഗത്തുണ്ട്, വലിയ മരങ്ങൾ വീണുണ്ടാകുന്ന അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്, ഗതാഗത തടസ്സം ഒരു ഭാഗത്തുണ്ടാകുന്നുണ്ട്. കേരളത്തിൽ എത്രയോ കുടുംബങ്ങൾ അരക്ഷിതമായ അവസ്ഥയിൽ അവർക്ക് ഭയത്തോടുകൂടി കഴിയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇങ്ങനെ ഓരോ പെരുമഴയിലും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ സർക്കാർ അതിന് പ്രായോഗികമായ പരിഹാര മാർഗങ്ങളിലേക്ക് കടന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയേ മതിയാകും. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
2 ജില്ല ഒഴികെ ബാക്കിയിടങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുമുണ്ട്. പ്രധാനമായി ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എറണാകുളത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ തീരദേശ മേഖലകളിലൊക്കെ പലയിടങ്ങളിലും ചെല്ലാനത്തെ കടൽക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. തീരദേശ മേഖലകളിൽ ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്. കുസാറ്റിലെ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ അജിൽ കോട്ടയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ അജിൽ കോട്ടയിൽ, ഇപ്പോൾ നേരത്തെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഇപ്പോൾ ഒരു കാലാവസ്ഥ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുന്നു. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതിന് കൃത്യമായ അതിൻ്റെ ഒരു കാലാവസ്ഥയുടെ ഒരു ചാക്രികത ഉണ്ടായിരുന്നു, അതിൻ്റെ കൃത്യമായ ഒരു താളമുണ്ടായിരുന്നു. നമുക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കണക്കുകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയാകെ തകിടം മറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അപ്രവചനീയത എന്നത് അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി കേരളത്തിലെ ഈ വലിയ മാറ്റങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും നമ്മുടെ ജനജീവിതത്തെ ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ ക്ലൗഡ് ബേസ്റ്റ് എന്നൊക്കെ പറയുന്ന ഫിനോമിനൻ ഉണ്ടല്ലോ, ഒരു പ്രദേശത്ത് മാത്രം അതിതീവ്ര മഴ അനുഭവപ്പെടുന്ന സാഹചര്യമൊക്കെ. ഇതൊക്കെ വരും കാലങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ജനജീവിതത്തെ, നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുക? അതെ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മുമ്പുള്ള പാനലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒരു കാലാവസ്ഥ അടിയന്തരാവസ്ഥയിലൂടെ ഒരു ക്ലൈമാറ്റിക് അതിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മാറിയ കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് 2018 മുതൽ നമുക്കത് ശരിക്കും അതിൻ്റെ ഫലം, പ്രത്യേകിച്ച് മൺസൂൺ സമയത്തുണ്ടാകുന്ന കാലാവസ്ഥ മഴയുടെ പാറ്റേണിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്ക് വളരെയധികം അറിയാൻ തുടങ്ങി. പക്ഷേ ശരിക്കും 2015 മുതൽ ഒരു ക്ലൈമാറ്റിക് ഷിഫ്റ്റ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ നമുക്ക് അറിയാൻ തുടങ്ങിയത് 2018 ശേഷമാണെന്നേ ഉള്ളൂ. ആ ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് ഇനിയും നാളെയും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും മഴയുടെ രൂക്ഷത കൂടുകയേ ഉള്ളൂ. അത് കുറയാൻ ഏതായാലും പോകുന്നില്ല. ഇതേപോലെ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴക്കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത മാസങ്ങളിലും പ്രതീക്ഷിക്കാം. ഈ ഒരു മൺസൂൺ സീസണിൽ നമുക്കത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഒരു മൺസൂൺ കാലത്തെ മഴയെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ജൂലൈ മാസത്തിൽ ഒരു ശരാശരി നമുക്ക് കേരളത്തിൽ ലഭിക്കേണ്ട മഴ എന്ന് പറഞ്ഞാൽ ഏകദേശം 390 മില്ലിമീറ്റർ മഴയായിരുന്നു നമുക്ക് ലഭിക്കേണ്ടിയിരുന്നത്. അത് ആദ്യത്തെ ജൂൺ 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ മഴ വളരെ കുറവായിരുന്നു. ഏകദേശം 40% ഡെഫിഷ്യൻ്റ് ആയിരുന്നു മഴ. പക്ഷേ വീണ്ടും ഈ ഒരാഴ്ചയോടുകൂടി ാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇനി ഈ ഒരാഴ്ചകളോടുകൂടി നമുക്ക് കിട്ടിയ മഴ ലഭ്യതയിലുള്ള കുറവ് കവർ ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഈ മഴയുടെ പാറ്റേണുള്ള വ്യത്യാസം തന്നെയാണ് നമുക്കുള്ള രൂക്ഷതകളും കാലാവസ്ഥ സംബന്ധിച്ച് അല്ലെങ്കിൽ മഴയെ സംബന്ധിച്ചുള്ള രൂക്ഷതകൾ കൂട്ടാനുള്ള പ്രധാന കാരണവും. കാര്യം ജൂൺ 1 മുതൽ 20 വരെ നമുക്ക് കിട്ടേണ്ട മഴ ലഭിച്ചിട്ടില്ല. പക്ഷേ ബാക്കി കാലയളവിൽ ഈ ഒരു മഴ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ അതിനർത്ഥം പല സ്ഥലങ്ങളിലും, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇതേപോലെ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൺസൂണിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മൺസൂണിന് 2 അവസ്ഥകളുണ്ട്. ഒന്ന് സജീവമായിട്ടുള്ള അവസ്ഥയുണ്ട്, നിർജ്ജീവമായിട്ടുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളിലൊക്കെ നമുക്കൊരു ഏകദേശം ഒരു മൺസൂൺ എന്ന് പറഞ്ഞാൽ ഒരു നിർജ്ജീവമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു, ആക്റ്റീവ് അല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ചയോടുകൂടി, ഈ ഒരു ദിവസങ്ങളോടുകൂടി അത് കുറച്ച് സജീവമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറി. അതിന് തീർച്ചയായിട്ടും 1-2 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരള തീരത്ത് കാണപ്പെടുന്ന ഒരു ന്യൂനമർദ്ദ മേഖല, ലോ പ്രഷറായിട്ടുള്ളൊരു ഏരിയ ഇപ്പം നിലനിൽക്കുന്നു. അത് ന്യൂനമർദ്ദ പാത്തി ആണ് നമ്മൾ സാധാരണ പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഗുജറാത്ത് തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ 2 ഫലമായിട്ട് കേരളത്തിൽ ഈ അടുത്ത 1-2 ദിവസങ്ങളിൽ നമുക്ക് അതിശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കാം. പക്ഷേ താങ്കൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ മഴയുടെ പാറ്റേൺ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇപ്പം ആദ്യമേ നമ്മൾ ഇവിടെ സംസാരിച്ച പോലെ തന്നെ വളരെ റെഗുലറായിട്ട് പ്രഡിക്റ്റീവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം, അത് വളരെ റാണ്ടമായിട്ട് ഇപ്പം നമുക്ക് അത് പ്രവചിക്കാൻ പറ്റാത്ത പോലുള്ളൊരവസ്ഥയിലേക്ക് മഴ മാറുന്നുണ്ട്. അത് നമുക്ക് 2018 മുതലത് കാണാൻ സാധിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴയുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ തൊട്ട് ഈ ഒരു സമയം വരെയുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ, അത് ഒരു സ്ഥലത്തും കേരളത്തിലുടനീളം മഴയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം നമ്മുടെ കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി ഉള്ളതുകൊണ്ട് തന്നെ
കേരളത്തിൽ മൊത്തത്തിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ തീവ്രമായിട്ടുള്ള മഴ പെയ്യുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. രാവിലെയൊക്കെ വടക്കോട്ടാണ് നമുക്ക് കൂടുതൽ മഴ ലഭിച്ചതെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും അത് മധ്യ കേരളത്തിലേക്കോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്കോ ആ ഒരു പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മഴ മേഘങ്ങളുടെ സാന്നിധ്യം നമുക്ക് ഒരു മുൻകൂട്ടി മോഡൽ വെച്ചിട്ട് തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിന് മേലെ നമുക്ക് ഏകദേശം പറയാൻ പറ്റും. ആ ഒരു റീജിയനിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ട് ഏത് ജില്ലയിലാണ് അല്ലെങ്കിൽ ഏത് ജില്ലയിലേക്കാണ് ഇത് പെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ജില്ലയിലൊരു പ്രത്യേക സ്ഥലത്താണോ പെയ്യുന്നതിനെ കുറിച്ച് പറയാൻ കുറച്ച് പ്രയാസമാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരുപക്ഷെ ഇനി നമ്മുടെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ ഏറ്റവും പ്രധാനമായി മനുഷ്യൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഓരോ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് പ്രൊഡിക്ഷൻ സാധ്യമാണോ എന്നുള്ളതായിരിക്കും. അതായത് ഓരോ പ്രദേശങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള ലോക്കലൈസ്ഡ് പ്രൊഡിക്ഷനിലേക്ക് കൂടി കടക്കേണ്ടി വരുമെന്നാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. കനത്ത മഴ തുടരുന്ന ഇടുക്കി മൂന്നാറിൽ വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണു. ദേവികുളം സ്വദേശി വിൽസന്റെ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇടുക്കി ഹൈറേഞ്ച് മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴുമുണ്ട്. അടിമാലി വാളറയിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഈ ഹൈറേഞ്ച് മേഖലകളിലെ ജനങ്ങൾ വലിയ ഭീതിയിലായിരിക്കും സ്വാഭാവികമായും. കാരണം മണ്ണിടിച്ചിൽ സാധ്യതകൾ, അതുപോലെ തന്നെ വലിയ മരങ്ങൾ വീണ് ഗതാഗത തടസ്സം. ഇപ്പോൾ 1-2 ഇടങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വീടുകൾ ഭാഗികമായി തകർന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇടുക്കിയിൽ നിർത്തിയിട്ടിരുന്ന ഒരു സ്കൂൾ ബസിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണിട്ടുണ്ട്. എന്താണ് ഇടുക്കിയിൽ നിന്നുള്ള ഈ മഴക്കെടുതിയുടെ വിവരങ്ങൾ? എത്രത്തോളം ഈ ജില്ലാ ഭരണകൂടം ഈ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇടപെട്ടിട്ടുണ്ട്? ഗോപികൃഷ്ണൻ, സ്വാഭാവികമായിട്ടും ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകും. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇടുക്കിയിൽ ഇത്രയും ശക്തമായ മഴ പെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം തന്നെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ മരം ഒടിഞ്ഞു വീഴുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് കുറേ ദിവസങ്ങൾക്ക് ശേഷം 1.5 മണിക്കൂറിലധികം മഴ പെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണ് ഇന്നലെ മണ്ണിടിച്ചിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിലേക്ക് പോയത്. അതിങ്ങനെ തുടർച്ചയായിട്ട് മഴ പിന്നീടങ്ങ് തുടരുമ്പോൾ അത് എത്രത്തോളം വലിയൊരു ആശങ്കയിലേക്ക് പോകുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ കഴിയുന്നതാണ്. കാരണം നമ്മളിപ്പോൾ വന്ന വഴി, നമ്മൾ ഹൈറേഞ്ചിലൂടെ മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് പോകുന്ന വഴികളിലെല്ലാം തന്നെ ഈ റോഡിന്റെ എല്ലാ വശവും ഇടിഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് താൽക്കാലികമായിട്ട് മാത്രം ഒരു സംവിധാനം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. മൂന്നാറിലെ സ്ഥിതിവിശേഷം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ദേവികുളത്ത് വിൽസൺ എന്ന് പറയുന്ന ഒരാളുടെ വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ടിടിഞ്ഞ് വീഴുകയായിരുന്നു. വീട് ഭാഗികമായി തകർന്നു. വിൽസന്റെ ഭാര്യയും മകളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നുള്ള കാര്യത്തിലും അവർ ഒരു അത്ഭുതത്തോടു കൂടി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സമാന സാഹചര്യം ഇപ്പോഴും ഇടുക്കിയിൽ നിലനിൽക്കുകയാണ്. പരക്കെ മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ട് ശക്തമായ മഴയാണ്. മാത്രമല്ല മഴയും കൂടി പൂർണ്ണമായിട്ടും തോരുന്നുമില്ല. ഇടയ്ക്കൊന്ന് തോർന്നാൽ ആളുകൾക്കൊരു നേരിയ ആശ്വാസമായിരുന്നു. പക്ഷേ ഇതങ്ങനെ തോരുന്നില്ല. ചെറിയൊരു ചാറ്റൽ മഴയോടുകൂടി നിൽക്കുന്നു. പിന്നീട് വലിയ അതിശക്തമായ മഴയിലേക്ക് മാറുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇടുക്കിയിലെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും ചെറു ഡാമുകളൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കല്ലാർകുട്ടിയും പാമ്പളയാണ് ഇപ്പോൾ ആദ്യം നിറഞ്ഞത്. ആ 2 ഡാമുകളുടെയും ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. മുതിരപ്പുഴയാറിലേക്കും പെരിയാറിലേക്കുമാണ് നിലവിലിപ്പോൾ ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്നത്. ഈ 2 ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ സാഹചര്യം കൂടി നമുക്ക് നോക്കാം. കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട ആവണിപ്പാറ നിവാസികൾ ഒറ്റപ്പെട്ടു. കയറിൽ പിടിച്ച് സാഹസികമായി അച്ചൻകോവിലാറ്റിലൂടെ തോണിയാത്ര നടത്തുന്ന അവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആവണിപ്പാറ നിവാസികളുടെ ദുരിതത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ടുണ്ട്. NDRF സംഘത്തെ പ്രദേശത്തേക്ക് അയക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ ഇടപെടലും തുടർന്നുണ്ടായ നടപടികളും. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ഒറ്റപ്പെട്ടു പോയ കുടുംബത്തിന്റെ കാര്യത്തിൽ ഉടൻ തന്നെ NDRF സംഘമെത്തി അവർക്ക് വേണ്ട ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും എന്നാണല്ലോ നമ്മുടെ വാർത്തയെ തുടർന്ന് ഉണ്ടായിട്ടുള്ള വിവരം. എന്തൊക്കെയാണ് ശ്രീജിത്ത് അവിടുത്തെ നിലവിലെ സാഹചര്യം? പത്തനംതിട്ടയിൽ ഏതൊക്കെ മേഖലകളിലാണ് ഈ മഴ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്?
ഗോപികൃഷ്ണൻ അതിൽ എടുത്തു പറയേണ്ടത് കേവലം ഒരു കുടുംബമല്ല, ഏതാണ്ട് 40ഓളം വരുന്ന കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ആവണിപ്പാറയിലുള്ളത്. അതൊരു ട്രൈബൽ മേഖലയാണ്. ഏതാണ്ട് അവരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് അച്ചൻകോവിലാർ മുറിച്ചു കടക്കാൻ വേണ്ടി ഒരു പാലം എന്നത്. അതെന്തായാലും ഇതുവരെ നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തുകൊണ്ടുപോയതല്ലാതെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരണമെങ്കിൽ അരുവാപ്പുലം, പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട മലയോര പഞ്ചായത്താണ്, അരുവാപ്പുലം പഞ്ചായത്താണ്, അവിടേക്ക് കൂടി കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം അങ്ങോട്ട് എത്തിപ്പെടാൻ. കോന്നിയിലേക്ക് എത്തണം ആശുപത്രി ആവശ്യങ്ങൾക്ക്. സാധനങ്ങൾ വാങ്ങാനാകട്ടെ കൊല്ലം ജില്ലയിലെ അച്ചൻകോവിലേക്കാണ് അവർക്ക് പോകേണ്ടത്. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോയ ആളുകൾ തിരികെ സാഹസിക യാത്ര നടത്തി ഒരു കാരണവശാലും അപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ ആ ഒരു കയറിൽ പിടിച്ച് തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ 24 എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ജില്ലാ കളക്ടർ ഇടപെട്ടിരിക്കുന്നത്. NDRF സംഘത്തെ അയക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. NDRF സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ അവർക്ക് ഭക്ഷണം അടക്കമുള്ള ആവശ്യങ്ങൾ നൽകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, പല മേഖലയിലും റാന്നിയിലെ ഉറുമ്പൻമുഴി കോസ്വേ ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. ഇതുകൂടാതെ തന്നെ തൊട്ടടുത്ത അരിഞ്ഞിലാമണ്ണ് കോസ്വേ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. അവിടെ 400ഓളം കുടുംബങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ആ വെള്ളം ഇറങ്ങാതെ അവർക്ക് ആ വനത്തിന്റെ പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പെരുന്നാട് പഞ്ചായത്താണത്, അവിടെ നിന്ന് ഈ തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ തന്നെയാണ്. എന്തായാലും വലിയ തോതിൽ രാത്രികാല യാത്രാ നിരോധനമൊക്കെ അല്പസമയത്തിനകം തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കളക്ടർ ഇതിനകം തന്നെ രാത്രികാല യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് അല്പസമയത്തിനകം തീരുമാനമാകും. ചില മേഖലകളിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട് എന്ന വിവരം പ്രാഥമികമായി ലഭിക്കുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശേഷം കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരോട് ആരോടും തന്നെ ഒരു കാരണവശാലും ജില്ല വിട്ട് പുറത്തു പോകരുതെന്ന് കളക്ടർ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റു പ്രശ്നങ്ങളില്ല, പക്ഷേ ജാഗ്രത തുടരണമെന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. ശരി, ജാഗ്രത തുടരണം. പത്തനംതിട്ട ജില്ലയിൽ വലിയ പ്രതിസന്ധികളില്ല. അതേസമയം തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ എന്നാണ് ശ്രീജി ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, നമ്മൾ നേരത്തെ ചെല്ലാനത്തെ കാര്യം കണ്ടു. ചെല്ലാനത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് സ്വാഭാവികമായും അവിടെ ഈ ജിയോ ട്യൂബ് ഉള്ള ഈ സീ വോൾസ്, കടൽ ഭിത്തികൾ ഒക്കെയാണ് അവർക്ക് ആവശ്യം. അതുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ലളിതമായി എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അലംഭാവം മൂലം നീണ്ടുപോകുന്നു എന്നതാണോ ചെല്ലാനത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും ഗോപീഷ്ണൻ, ഞാൻ ആ പ്രദേശം നല്ല പരിചയമുള്ള ആളാണ്. നിങ്ങളോട് സംസാരിച്ച സെബാസ്റ്റ്യൻ, അവിടുത്തെ ഒരു സമരസമിതിയുമായി ബന്ധപ്പെട്ട് അതിൽ ഞാൻ നിരന്തരം അവിടെ പോകുന്ന ആളെ. കഴിഞ്ഞ ആഴ്ചയും ഞാൻ അവിടെ പോയിരുന്നു. വളരെ ലളിതമായി പരിഹരിക്കാവുന്ന കാര്യത്തിന് വലിയ ആഘോഷത്തോടെ ഒരുപാട് പണം ചെലവാക്കുകയും പദ്ധതികൾ പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന നിരന്തര സ്വഭാവമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ടെട്രാപോഡ് പോലും എത്ര കാലത്തേക്ക് അവിടെ ഗുണം ചെയ്യും എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു 5 കൊല്ലം മുമ്പ് അവിടെ ഇപ്പം നിങ്ങളെ ദൃശ്യത്തിൽ കാണിച്ചു, കടൽ ഭിത്തി കാണിച്ചു. ആ കടൽ ഭിത്തി കടലിനകത്താണിപ്പോൾ. കടൽ ഭിത്തിയൊക്കെ കടന്നിട്ടാണ് കടലിപ്പോൾ വീട്ടിനകത്തേക്ക് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ കടൽ ഭിത്തി കൊണ്ട് എന്ത് ഉപകാരം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആ കടൽ ഭിത്തി നിരന്തരം കല്ല് വെട്ടുക, കടൽ കൊണ്ടിടുക, കടലിൽ കല്ലിടുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ നിരന്തര പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ അഴിമതി നടത്തുന്ന ഒരു പരിപാടിയാണ്. ടെട്രാപോഡും അതുപോലെ തന്നെയാണ്. നേരെ മറിച്ച് ജിയോ ട്യൂബിൻ്റെ പുലിമുട്ടുകൾ വയ്ക്കുകയും, പുലിമുട്ടുകൾക്കാണ് ജിയോ ട്യൂബ് വേണ്ടത്, അത് ഭിത്തിക്കല്ല. എന്നിട്ട് ഇപ്പോഴുള്ള കടൽ ഭിത്തി ഒന്നും മാറ്റണ്ട, അതിനപ്പുറത്ത് ഈ നേരത്തെ പറഞ്ഞ ഡ്രെഡ്ജ് ചെയ്ത മണ്ണ് കൊണ്ടിടുകയും ചെയ്യുക. 10-15 കോടി രൂപയ്ക്ക് തീരാവുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ നമ്മുടെ അധികൃതർ അത് പറയില്ല. അവരിപ്പോഴും 1500 കോടിയുടെ പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കും എന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ പറഞ്ഞു. നവംബറിൽ തുടങ്ങുമെന്ന്. ഇപ്പോൾ അടുത്ത മെയ്യും കഴിഞ്ഞു. ഈ അടുത്ത നവംബർ ആകുമ്പോഴേക്കും അതൊന്നും തുടങ്ങില്ല. കാരണം ഒരുപക്ഷെ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാവാം. ഞാൻ ആരും കുറ്റം പറയുകയല്ല. പക്ഷേ ഈ ജനങ്ങൾ ജീവിക്കണ്ടേ? പിന്നെ നമ്മൾ ഈ ജാഗ്രത എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ എന്ത് ജാഗ്രത എടുക്കണ്ടേ? എൻ്റെ വീട്ടിലേക്ക് കടൽ കയറി വരുമ്പോൾ, എൻ്റെ വീട്ടിലേക്ക് കല്ലിടിഞ്ഞ് വീഴുമ്പോൾ, മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അപ്പോൾ നമ്മളെന്താ ഈ ജാഗ്രത എന്ന് പറയുന്നത്? അതിൽ പോലും എനിക്കൊരു അർത്ഥവും കാണുന്നില്ല. ജാഗ്രത എന്ന് പറഞ്ഞാൽ ആളുകൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ ഇരിക്കണോ? അത് പുറത്ത് പോകണോ? ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞേ, വീട്ടിൽ നിന്ന് നമ്മളെ ആളുകളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിപ്പിക്കുക, തിരിച്ചു കൊണ്ടുവരിക. ഇത് കഴിഞ്ഞ 2018 മുതലെങ്കിലും കാലാവസ്ഥാ മാറ്റത്തിന് നമുക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് അതിനെ നേരിടാനുള്ള അഡാപ്റ്റേഷൻ നമുക്കുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കിഴക്കൻ മേഖലകളിൽ നേരത്തെ പറഞ്ഞു മണ്ണിടിയുന്നു, റോഡുകളെല്ലാം ഇടിയുകയാണ്. ആ
ആ റോഡിൻ്റെ നിർമ്മാണങ്ങളൊക്കെ അശാസ്ത്രീയമാണ് എന്ന് എത്ര കൊല്ലമായി നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്നു. മലയിങ്ങനെ കുത്തനെ വെട്ടി നിങ്ങൾ റോഡ് പണിയും, അത് പറഞ്ഞാൽ നമ്മൾ വികസന വിരുദ്ധരാകും. പക്ഷെ അത് കഴിഞ്ഞ് റോഡ് ഇടിയും, ഗതാഗതം തടസ്സപ്പെടും. അതുപോലെ ക്വാറികൾ, കൂട്ടിക്കൽ പോലെയുള്ള സ്ഥലത്തെ ക്വാറികളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചതാണ്. ക്വാറി വരുമ്പോൾ മലയും പാറയും മണ്ണും തമ്മിലുള്ള ബന്ധം കുറയുകയും അവിടെ വലിയ തോതിൽ അതിവർഷം വീഴുകയും ചെയ്യുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാവും, മരണങ്ങളുണ്ടാവും, റോഡ് തടസ്സങ്ങളുണ്ടാവും, മറ്റ് നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് കാലാവസ്ഥാ മാറ്റത്തിന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുമോ? നമ്മളെ ഇതിനു മുമ്പുള്ള ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഒരു ഡൈനാമിക് ഫ്ലഡ് പ്ലാൻ ഉണ്ടാക്കിക്കൂടാ? എവിടെ ഇത്ര മഴ പെയ്യുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇത്ര വെള്ളം പൊങ്ങും. ഇപ്പോൾ കാലാവസ്ഥ വിദഗ്ധൻ അവിടെ ഇരിക്കണ്ടല്ലോ, അവർക്ക് ഏതാണ്ട് ഒരു 6 മണിക്കൂർ മുമ്പ് അറിയാം ഇന്ന സ്ഥലത്ത് ഇത്ര വെള്ളം പൊങ്ങും എന്നറിഞ്ഞാൽ അതിനനുസരിച്ച് NDRFനോ മറ്റാർക്കെങ്കിലോ ചെയ്യാം. അതുപോലെ നമ്മൾ ചെയ്യാൻ തയ്യാറില്ല. എന്തുകൊണ്ടാണ് ഫ്ലഡ് പ്ലാൻ വരാത്തതെന്നറിയോ? അത് അവർക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. അത് വന്നാൽ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരും. ഫ്ലഡ് പ്ലാനിൽ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റില്ല, അവിടെ നിങ്ങൾക്ക് നികത്താൻ പറ്റില്ല, അവിടെ നെൽവയൽ നികത്താൻ പറ്റില്ല, അവിടെ മറ്റേ കുന്നിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം നമ്മൾ ശാസ്ത്രീയമായി ഇതിൻ്റെ അഡാപ്റ്റേഷൻ, പഴയ ഫോർമുലയൊന്നും ഇനി വർക്ക് ചെയ്യില്ല. ഇപ്പോൾ കൊച്ചി നോക്കൂ, നിങ്ങൾ എല്ലാ ഗാന വൃത്തിയാക്കിയാലും കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടാവും, ഞാനത് ഉറപ്പിച്ച് പറയാം. കാരണം നമ്മുടെ മഴയുടെ പാറ്റേൺ മാറി. മുമ്പ് കാനയിൽ നിന്ന് വെള്ളം പോയി വീണിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ നികത്തി പോയി. പിന്നെ അവിടേക്ക് കാന ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ തൃക്കാക്കര കാക്കനാട് എൻ്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ 2018, 2019 ഒന്നും വെള്ളം കയറാത്ത സ്ഥലം. ഇത്തവണയാണ് അവിടെ വെള്ളം കയറുന്നത്, ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥലം. എന്താ കാര്യം? നമ്മുടെ അവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള ഇടപെടലുകൾ, നീരൊഴുക്കിൻ്റെ വ്യത്യാസം വന്നു. ആ വ്യത്യാസം തീർച്ചയായും ഈ ഫ്ലഡിൽ കാരണമാകും. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഡൈനമിക്കായി, അതായത് അതത് സമയങ്ങളിൽ ഇത്ര മഴ വന്നാൽ ഇത്ര ഫ്ലഡ് വരും എന്ന് ജനങ്ങൾക്ക് അറിയാൻ കഴിയുകയും റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അറിയാൻ കഴിയുകയും ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങൾ മാറ്റാൻ കഴിയും. ആ ഫ്ലഡ് പ്ലാൻ ഉണ്ടാവണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. കുറേ കൊല്ലങ്ങളായി പറയുന്നു. 2018 ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടില്ല, ആ കേസ് അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഫ്ലഡ് പ്ലാൻ വേണം, അതെൻ്റെ റൈറ്റ് ടു ലൈഫാണ് ഗോപീഷ്ണ. എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറുമല്ലോ എന്ന് ഞാൻ നേരത്തെ അറിയണ്ടേ? ഇനിയിപ്പോൾ ഡാമിൻ്റെ ഒന്നും വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഡാമിലോ വെള്ളം നിറയുകയോ വലിയ ഡാമുകൾ തുറന്നു വിടേണ്ടി വരികയോ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ വാവു പോലെയുള്ള കറുത്ത വാവു പോലെയുള്ള പ്രശ്നങ്ങളിൽ കടലാക്രമണം കൂടുതലാവുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? അതുപോലെ അതിവർഷം, ലോക്കലൈസ്ഡ് അതിവർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മലയോരത്ത് എന്തായിരിക്കും, നമ്മുടെ നഗരങ്ങളിൽ എന്തായിരിക്കും? ഇത് പ്ലാൻ ചെയ്യാൻ നമുക്ക് ആലോചിക്കാനേ വയ്യ. നമ്മൾ ആകെ ചെയ്യുന്ന ഒരു പണി എന്താ? ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് എന്ന് ഇവർ പറയുന്ന പോലെ അങ്ങ് പറയും, ജാഗ്രത പാലിക്കണമെന്ന് പറയും. ശരിയാണ് സിയാദ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രായോഗിക തലത്തിൽ ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഫ്ലഡ് പ്ലാൻ. താങ്കൾ പറഞ്ഞതുപോലെ അതിനൊക്കെ ഈ സർക്കാർ മടിക്കുന്നത്, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ അതിനൊക്കെ ഒരു വലിയ വില കൊടുക്കേണ്ടി വരും, മറ്റു പല താല്പര്യങ്ങളും അതിനകത്ത് ബലികഴിക്കപ്പെടേണ്ടി വരും എന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഏതായാലും കേരളത്തിൻ്റെ സാധാരണക്കാരുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് തീരപ്രദേശത്ത് കഴിയുന്നവരുടെയും മലയോര മേഖലയിൽ കഴിയുന്നവരുടെയും ഒക്കെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന, അവരുടെ ജീവിതത്തെ അപകടമുനമ്പിൽ നിർത്തുന്ന ഒന്നായി, അവരുടെ പേടി സ്വപ്നമായി ഈ മഴക്കാലം മാറുകയാണ്. ചെല്ലാനത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി നമ്മൾ നേരത്തെ കേട്ടു. ഇനി പൊന്നാനിയിലും രൂക്ഷമായ കടലേറ്റമുണ്ട്. പാലപ്പെട്ടി, വെളിയങ്കോട്, ഹിളർപ്പള്ളി മേഖലകളിൽ കടലേറ്റമുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. നമുക്ക് ആ റിപ്പോർട്ടിലേക്കും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ കനത്ത മഴ തുടരുന്ന മറ്റിടങ്ങൾ, അതുപോലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഇടങ്ങൾ, അവിടെ നോക്കിയുള്ള തത്സമയ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. കുസാറ്റിലെ കാലാവസ്ഥാ വിദഗ്ധനും ശ്രീ CR നീലകണ്ഠനും ഒക്കെ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ തുടരും. ഇപ്പോഴും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റുണ്ട്. തീരപ്രദേശങ്ങളിൽ ആളുകൾ ദുരിതത്തിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം, ചെല്ലാനം പോലെയുള്ള മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. പൊന്നാനിയിലും സമാനമായ സാഹചര്യമുണ്ട്. മലപ്പുറത്തെ പൊന്നാനിയിൽ രൂക്ഷമായ കടലേറ്റം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാലപ്പെട്ടി, വെളിയങ്കോട്, ഹിളർപ്പള്ളി മേഖലയിലാണ് കടലേറ്റം ഉണ്ടായിരിക്കുന്നത്. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കടലേറ്റം രൂക്ഷമായിരിക്കുന്നത്? തീരദേശവാസികളെ ആരെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം അവിടെയുണ്ടോ? അവർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണ്? ജില്ലാ ഭരണകൂടം ഈ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു?
ഗോപി, നിലവിൽ മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖലയായിട്ടുള്ള പൊന്നാനിയിലാണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത് എന്നുള്ളതാണ്. പൊന്നാനി, വെളിയങ്കോട്, ഹില്ലർപ്പള്ളി, ഒപ്പം തന്നെ അലിയാർപള്ളി മേഖലയിലാണ് കടലാക്രമണം ഉച്ച മുതൽ തന്നെ രൂക്ഷമായി ഉള്ളത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വെളിയങ്കോട് മേഖലയിലെ ഒരു പള്ളിയുടെ പിൻഭാഗത്ത് ഏതാണ്ട് കടലെടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഒപ്പം തന്നെ 20ഓളം വീടുകളിലേക്ക് നിലവിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ 20ഓളം വീടുകളിലെ ആളുകളോട് നിലവിൽ ജില്ലാ ഭരണകൂടം നിലവിൽ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാത്രികളൊക്കെ തന്നെ കടലാക്രമണം രൂക്ഷമാവുന്ന ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മാറാൻ പ്രയാസമാകുമെന്നുള്ളത് കണക്കിലെടുത്താണ് നിലവിൽ ഇവിടെയുള്ള ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിൽ ശക്തമായ മഴയില്ല, പക്ഷേ കടലാക്രമണം രൂക്ഷമാണ് എന്നുള്ളതാണ് ഏറെ ആശങ്കയായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, ഈ മഴ ശക്തിപ്പെട്ടാൽ തന്നെ ഈ വെളിയങ്കോട്, പൊന്നാനി ഉൾപ്പെടെയുള്ള മേഖലയിൽ കടലാക്രമണം രൂക്ഷമായിരിക്കും എന്നുള്ളതാണ്. ഇത്തവണ ഇവിടെ കടലാക്രമണം ഇന്ന് അല്പം നേരത്തെ എത്തി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ആളപായമോ അല്ലെങ്കിൽ വീടുകൾ തകരുന്ന ഒരു ഘട്ടത്തിലേക്കോ നിലവിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മഴ ശക്തി പ്രാപിക്കുകയോ അല്ലെങ്കിൽ കടലാക്രമണം ഇനിയും രൂക്ഷമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നും 20ഓളം കുടുംബങ്ങളെ മാറി താമസിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഗോപി. ശരി, തൃശ്ശൂരിലും കടലേറ്റത്തിന്റെ വാർത്തകൾ വരുന്നുണ്ട്. രൂക്ഷമായ കടലേറ്റമുണ്ട്. ചേറ്റുവ അഴിമുഖത്ത് 3 വീടുകൾ തകർച്ചാ ഭീഷണിയിൽ നിൽക്കുന്നു എന്നതുമാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന വിവരം. അതിശക്തമായ മഴയ്ക്ക് ഇന്ന് സംസ്ഥാനത്ത് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുമുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കാലവർഷ സീസണിലെ ഏറ്റവും വലിയ മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ നേരത്തെ പറഞ്ഞത്. മഴ മുന്നറിയിപ്പുകൾ മാറി മറിയാൻ അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നു. ഡാമുകളിൽ വെള്ളം കൂടിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലില്ല എന്നുമാണ് മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡോക്ടർ അജിലിലേക്ക് പോകാം. ഡോക്ടർ അജിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പ്രാദേശിക മേഖലകളിൽ, അതായത് ചെറിയ ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ മേഘങ്ങൾ രൂപപ്പെടുകയും അവിടെ നിന്ന് അതിവർഷത്തിൻ്റെ സ്വഭാവമില്ല, ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന മേഘവിസ്ഫോടനം അല്ലെങ്കിൽ ലഘുമേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചെറിയ പ്രദേശങ്ങൾ തിരിച്ചുള്ള കാലാവസ്ഥാ പ്രവചനം എന്നതിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രസക്തിയേറുകയല്ലേ? അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും അതെ ഓരോ റീജിയനിലേക്ക് ഉണ്ടാകുന്ന മഴയുടെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മേഘങ്ങളുടെ കേന്ദ്രീകരണം, അതേപോലെ മഴയുടെ അളവ് വളരെ റീജിയണൽ സ്കെയിലിലേക്ക് കണ്ട വളരെയധികം കൂടിയിട്ടുണ്ട് ഈ ഒരു മാറിയ കാലാവസ്ഥയിൽ. അതിനുള്ള സാധ്യതകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മോഡലുകളെ തീർച്ചയായിട്ടും ആശ്രയിക്കണം. നമ്മുടെ കാലാവസ്ഥ പ്രവചന മോഡലുകൾ, നമ്മുടെ ഇന്ത്യൻ മെറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ തരുന്ന മോഡലുകൾ നമ്മൾ തീർച്ചയായിട്ടും അതിനുപരിയായിട്ട് ഇന്ത്യൻ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല നൗകാസ്റ്റ് റിയൽ ടൈം ഒബ്സർവേഷൻസ്, അതായത് ഓരോ മണിക്കൂറും മേഘങ്ങളുടെ രൂപീകരണം, അതിൻ്റെ പ്രോഗ്രഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ്റലൈറ്റ് ഡേറ്റകളും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ഓരോ മണിക്കൂറുകളിലും ഓരോ പ്രദേശങ്ങളിലേക്കുള്ള അലേർട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ ടെക്നോളജി വികസിച്ചിട്ടുണ്ട്. നമുക്ക് ഡേറ്റയുടെ ലഭ്യതയും കൂടിയിട്ടുണ്ട്. അപ്പം അതേപോലുള്ള മാർഗങ്ങളിലേക്ക് മാറുക. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ, പല ഏജൻസികളാണെങ്കിൽ തന്നെ കാലാവസ്ഥാ ഏജൻസികളിലെ മാത്രം അവരുടെ ഇൻപുട്ട് മാത്രം നോക്കാതെ തന്നെ അവർക്ക് തന്നെ പറ്റുന്ന പോലെ കാര്യം കുറച്ചുകൂടെ നന്നായിട്ട് കേരളത്തിൻ്റെ സാഹചര്യം, ഭൂപ്രകൃതിയും അവിടുത്തെ പല വിധത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് കയ്യിലും അതിനൊക്കെ അങ്ങനെയുള്ള ആ ഒരു ഇൻപുട്ടും വെച്ച് തദ്ദേശീയമായിട്ട് തന്നെ അവർക്ക് തന്നെ ഒരു സംഭവങ്ങൾ ഇതേപോലെ കാലാവസ്ഥ പ്രവചന മോഡലുകളുടെ ഔട്ട്പുട്ടുകളോ അല്ലെങ്കിൽ ഇതേപോലെ നൗകാസ്റ്റിംഗ് വളരെ ഓരോ മണിക്കൂറുകൾക്കുള്ളിൽ. ശരി ഡോക്ടർ അജിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ അത്തരം പ്രിസിഷനോടുകൂടി, കൃത്യതയോടുകൂടി ഈ പ്രാദേശിക മേഖലകൾ തിരിച്ച് കാലാവസ്ഥ പ്രവചനം എന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും. തൃശ്ശൂരിലെ രൂക്ഷമായ കടലേറ്റമുണ്ട്. നമ്മൾ നേരത്തെ പൊന്നാനിയിലേത് കണ്ടു, നേരത്തെ അതുപോലെ തന്നെ എറണാകുളത്തെ കണ്ടു. ഇപ്പോൾ ചേറ്റുവ അഴിമുഖത്ത് 3 വീടുകൾ തകർച്ചാ ഭീഷണിയിൽ നിൽക്കുന്നു എന്നാണ് സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ പ്രതിനിധി. സൂരജ്, ഇപ്പോൾ ചേറ്റുവ അഴിമുഖത്ത് ഈ
തകർച്ചാ ഭീഷണി നേരിടുന്ന വീടുകൾ അവിടുത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ? കടലേറ്റം എവിടെയൊക്കെയാണ് രൂക്ഷമായിട്ടുള്ളത്? എന്ത് ഇടപെടലാണ് ജില്ലാ ഭരണകൂടം ഇതിനോടകം നടത്തിയത്? ഗോപികൃഷ്ണൻ, ഈ കടലാക്രമണ ഭീതി നേരിടുന്ന വീടുകൾ അത് ആൾതാമസമില്ലാത്തതാണ്. നേരത്തെ തന്നെ ഇവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ച മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കടലാക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ച തിരിഞ്ഞാണ് ഈ ചാവക്കാട്, അതുപോലെ തന്നെ എറിയാട്, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ മേഖലകളിൽ ഈ കടലേറ്റം രൂക്ഷമാകുന്നത്. വലിയ രീതിയിൽ തിരമാല തീരത്തേക്ക് അടിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി വലിയ ആശങ്ക അത് മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കടൽ തീരത്തോട് ചേർന്ന മേഖലയിലെല്ലാം തന്നെ ഈ പറമ്പുകളിലടക്കം വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കഴിഞ്ഞു. ഇതോടുകൂടി ഈ അവിടെ ഉണ്ടായിരുന്ന വള്ളവും വലയും അടക്കം അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾ മാറ്റിയിട്ടുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ കടലാക്രമണം രൂക്ഷമാകാവുന്ന ഒരു സാഹചര്യമാണ്. സൂരജിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വരുന്നത്, സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ വീണ്ടും മാറ്റം വന്നിരിക്കുന്നു. 14 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം വരുന്നത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. കാലവർഷ സീസണിൽ ഏറ്റവും വലിയ മഴയാണ് ലഭിക്കുന്നതെന്ന് നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു. മഴ മുന്നറിയിപ്പുകൾ അതുകൊണ്ട് തന്നെ മാറിമറിയാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വന്നിരിക്കുന്നു. 14 ജില്ലകളിലും അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥ പ്രവചിക്കുന്നത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. സൂരജ് സജിയിലേക്ക് വീണ്ടും. സൂരജ് നേരത്തെ ചേറ്റുവ മേഖലകളിലെ കടലേറ്റത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. സൂരജ്, തുടരാം. ഗോപികൃഷ്ണൻ, 3 വീടുകളാണ് ഈ മേഖലയിൽ ഈ കടലാക്രമണ ഭീഷണി നേരിടുന്നത്. ഇവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ നേരത്തെ മാറ്റിപ്പാർപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന വള്ളവും വലയും അടക്കം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ പറമ്പുകളിലേക്കടക്കം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയ രീതിയിൽ കടലാക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ ഈ ക്യാമ്പ് തുറക്കുന്ന ഉൾപ്പെടെ, ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുന്നതിനുൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഇന്ന് ഉച്ച തിരിഞ്ഞാണ് തൃശ്ശൂരിന്റെ മേഖലയിൽ ഇത്തരത്തിൽ ഈ കടലാക്രമണം രൂക്ഷമായത്. പക്ഷേ ഈ കൊടുങ്ങല്ലൂർ മേഖലയിലെല്ലാം തന്നെ ഈ കടൽക്ഷോഭം വിട്ടുനിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ചാവക്കാടും ഏങ്ങണ്ടിയൂരും എല്ലാം തീർത്തും ഒരു ദുസ്സഹമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിലും കനത്ത മഴ തുടരുകയാണ്. അതിരപ്പള്ളി മേഖലയിൽ, ഈ മലയോര മേഖലയിൽ അടക്കം വലിയ രീതിയിൽ മഴ പെയ്യുന്നു. ഇതേ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാം തുറന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ചാലക്കുടി പുഴയിലും ക്രമാതീതമായി ജലം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം അത് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിലും കനത്ത മഴയാണ് തുടരുന്നത്. ഗോപികൃഷ്ണൻ. ശരി, തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിലും കനത്ത മഴ തുടരുന്നുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു. 14 ജില്ലകളിലും ശക്തമായ മഴ എന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നത്. 14 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും വലിയ മഴയാണ് ലഭിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. മഴ മുന്നറിയിപ്പുകൾ മാറിമറിയാൻ സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡാമുകളിൽ വെള്ളം കൂടിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുമാണ് മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നത്. CR നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ഈ ചർച്ചയിൽ. ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ തവണയും നമ്മളിത് ചർച്ച ചെയ്യുന്നതാണ്. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? കാര്യങ്ങൾ സർക്കാർ ഒരു പക്ഷേ ചെയ്യും. കുറേ ക്യാമ്പുകൾ തുറക്കും, കുറേ സംഗതികൾ ചെയ്യും. ഞാൻ പറയുന്നത്, നമ്മൾ ചില അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ദേശീയപാത കേരളം മുഴുവൻ പണിയാണ്. ഞാൻ ഈ ദേശീയപാത പണി നടക്കുന്ന പല സ്ഥലങ്ങളിലും എലവേറ്റഡ് റോഡ് വരുന്നിടത്ത് വലിയ തോതിൽ വെള്ളം വരുമ്പോൾ വെള്ളം ഒഴുകിപ്പോയില്ല. നമ്മുടെ കയ്യിൽ കുറേ റിപ്പോർട്ടുണ്ട് ഗോപീഷ്ണൻ. 2018 പ്രളയത്തിന് ശേഷം കേരള സർക്കാർ നിയമസഭ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട്, മുഖ്യമന്ത്രി തന്നെ പോയി നെതർലാൻഡിലും വലിയ സംഘത്തിലും വന്ന് കിട്ടിയ റൂം ഫോർ റിവർ പോലെയുള്ള റിപ്പോർട്ടുകൾ, ഖനന നിരോധനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, കടൽമണൽ ഖനനം, ഇപ്പോൾ കൊച്ചിയിലെ ഡ്രഡ്ജിങ്ങും ചെല്ലാനത്തെ കടൽ കയറ്റവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികൾ ധാരാളമുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ തീരത്തെ രക്ഷിക്കാൻ കഴിയൂ. അതിനുള്ളൊരു ആലോചന തുടങ്ങാനെങ്കിലും നമുക്കിപ്പോൾ കഴിയുമോ? അടിയന്തരമായി ശരിയാണ്, തീർച്ചയായിട്ടും വെള്ളം കയറുന്ന വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അതൊക്കെ നല്ല കാര്യമാണ്, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ക്യാമ്പ് തുറക്കേണ്ടി വരും. പക്ഷെ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യണോ? അതാണോ നമ്മുടെ രീതി? ഇനി മഴ അത് നമ്മൾ ആലോചിക്കാനുള്ളൊരു സമയമാണ്. 2018 മുതൽ പറയുന്നതാണ്. ഇപ്പോഴെങ്കിലും നമ്മളത് ആലോചിക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം നടക്കേണ്ട സർക്കാർ നടത്തുന്ന നടപടികളൊക്കെ ചെയ്യട്ടെ. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് പ്രശ്നം തീരുന്നതല്ല. CR, നമുക്ക്
കോട്ടയത്തേക്ക് കൂടി പോകാം. കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെയാണ് നിരോധനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്തിന് വിവരങ്ങൾ നൽകാനുണ്ട്. ടോബി, ഇന്ന് കോട്ടയത്ത് ഈ അവധിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അതിശക്ത മഴയ്ക്കുള്ള സാധ്യതകൾ കോട്ടയത്തുണ്ടെന്ന് കരുതിയിരുന്നു. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? ജില്ലാ ഭരണകൂടം എന്താണ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഉച്ചയ്ക്ക് അല്പനേരം മഴ മാറി നിന്നുവെങ്കിലും രാവിലെ മുതൽ ശക്തമായിട്ടുള്ള മഴ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ട് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലുള്ള ഇലവീട, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, അതുപോലെ തന്നെ മാർമല, അരുവി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 30 വരെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെയുള്ള സഞ്ചാരം, രാത്രികാല സഞ്ചാരത്തിനും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖനനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ ഒരു തരത്തിലുള്ള ഖനനങ്ങളും അനുവദിക്കില്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതും ഈ മാസം 30 വരെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. ഇന്ന് ജില്ലയിലെ സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജലനിരപ്പ് മീനച്ചിലാറ്റിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലുള്ളവരും മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെയും ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ മേൽക്കൂര സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. കേരളത്തിൽ ഇപ്പോഴും പലയിടങ്ങളിലും അതിശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ, മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട മണിക്കൂറുകളാണ് വരുന്നത്. മഴ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടായിരിക്കുന്നു. 14 ജില്ലകളിലും അതിശക്ത മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. സുരക്ഷിതമായി നിൽക്കുക എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാകുന്നു.